ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവയിലിപ്പോൾ നല്ല ചൂടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ സമ്മർ ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു സമയമാണ്, പല ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉമ്മുൽ ഖുറൈമിലാണ്. ഉമ്മുൽ ഖുറൈമിൽ ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയുടെ മുന്നിലാണുള്ളത്. ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമി നടത്തുന്ന സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു പിക്നിക്കാണ്. അവരുടെ സമ്മർ ക്യാമ്പിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ഒരു പിക്നിക്ക്. ഒരു ഷാർജയിലുള്ള ഒരു സൂവിലേക്കാണ് കുട്ടികളായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളും ആ കുട്ടികളുടെ കൂടെ സൂ കാണാൻ പോവുകയാണ്. നമ്മൾ ആ കുട്ടികളെ അതൊരു മെൻറ്റാലിറ്റിയുടെ അവരെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അവരൊരു എൻജോയ്മെൻറ്റും ചെയ്യണം ഈ വ്ളോഗിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക, ചെറിയ കുട്ടികളെ മനസ്സോടുകൂടി. ഓക്കെ, Black Belt Academy, we the best. Summer camp, let's go. We going to the zoo, zoo, OSS crew coming through, through. Bags packed, shoes tied. Let's move, black belt kids with the summer groove. Zoo, let's go. Wake up, morning sun is bright. OSS t-shirt, white so tight. Message says line up 1, 2, 3. Discipline first, then we free. Buses honking, beep beep, let's ride. Sensei in the front, kids with pride. Windows down, winding face, singing loud, we win the race. We going to the zoo, zoo, zoo. OSS crew coming through, through. Bags packed, shoes tied. Let's move, black belt kids with the summer groove. Yeah, we at the gate. Look around, lion roars loud, hear the sound. Monkey jumping like a roundhouse kick. Elephant big with a trunk so thick. Look up high, giraffe so tall. Zebra rocking stripes like a karate call. Parrot says us, yeah he knows. Crocodile chilling but the water flows. We don't fear, we got respect for every animal we protect. Karate teaches heart so true. Love the wild like wild loves you. We are strong, we are kind, strong body, sharp mind. OSS on chest, pride inside. Summer camp memories for life. We going to the zoo, zoo, zoo. OSS crew coming through, through. From the dojo to the zoo crew, Black Belt Academy. We never lose. OSS, 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 OSS. പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് പാട്ടും പാരും കാര്യങ്ങളൊക്കെ എല്ലാം അവർക്കൊരു പിക്നിക്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഇതിൻ്റെ ഉള്ളിലാണ് ഈ സൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഞാനും വിചാരിച്ചിട്ട് ഈ സമയത്ത് വെയിലും കൊണ്ടിട്ട് കുട്ടികളായിട്ട് നടക്കുന്നു. നോക്കുമ്പോൾ അതല്ല, ഫുൾ എയർ കണ്ടീഷനുള്ള ഒരു സൂ ആണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ കയറി കാണാം. ഫുൾ എയർ കണ്ടീഷനുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കും തോറാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. പിള്ളേരെല്ലാം കാണാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആകാംക്ഷയുടെ. നമ്മളും ഈ സൂ ഒക്കെ കാണുമ്പോൾ എല്ലാ കാലത്തൊക്കെ ഒരേ മൈൻഡ് തന്നെയാണ്. നമ്മുടെ ഒരു കുട്ടികളെ മൈൻഡോട് കൂടി തന്നെയാണ് ഈ സൂ ഒക്കെ കാണാൻ, മൃഗങ്ങളെ കാണുക എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ എയർ കണ്ടീഷനുള്ള ഒരു സൂവിൽ കറങ്ങുക എന്നുള്ളത്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് അവരിതിൻ്റെ ഒരു ഡെമോ ഉണ്ട്. ഇവിടെ ഒരു സ്ക്രീനിൽ ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുള്ള സംഭവങ്ങൾ. പാമ്പ്, സ്നൈക്ക് കുട്ടികൾ ജസ്റ്റ് കാണുന്നില്ല കേട്ടോ. അതിൻ്റെ ബയോളജിക്കൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ പാമ്പിൻ്റെ. നമ്മൾ അവിടെ നിന്ന് കടന്നാൽ ഇവിടെ ഇപ്പോൾ ക്ലാസ്സിൽ പാമ്പുകൾ ഇട്ടിട്ടാണ്. ഇത് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഉടുമ്പാണ് ഇതിലുള്ള ഉടുമ്പ്. ഉടുമ്പുടുമ്പുടുമ്പുടുമ്പുടുമ്പുട പുറത്ത് കിടക്കാനുള്ള പരിപാടിയൊക്കെ ഇപ്പോഴാണ്. ഇവിടെയൊക്കെ കൊറിയാണ് ഫിഷിൻ്റെ കുറേ സംഭവങ്ങളാണ് ഉള്ളത്. സ്കോർപ്പിയോൺസ്, തേളുകളാണ് ഉള്ളത്.
വേറെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട്. എൻ്റെ പൊന്നോ, വാവ്. പക്ഷെ ഇതൊക്കെ ഇവിടെയൊക്കെ എയർ കണ്ടീഷൻ ചെയ്തിട്ട് ഓപ്പൺ സാധാരണ നമ്മൾ ഓപ്പൺ എയർ കാണുന്ന ഇതന്നെ ഫുള്ളുകളാ അടിപൊളി. പക്ഷെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളൊരു വെള്ളം. വാവ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം കാണുന്നുണ്ടോ. പക്ഷികളൊക്കെ പറക്കണോടെ ഒക്കെ ഓപ്പണാ. വാവ്, അടിപൊളി. കുട്ടികളൊക്കെ ഭയങ്കര ശരിയല്ല കേട്ടോ. അത് കൊള്ളാലോ. വെറൈറ്റി കുറേ എലിയോ എന്തൊക്കെ പോകുന്നുണ്ട് അതിൽ. ഇങ്ങനെ ഓരോ നടക്കുന്ന ഏരിയയിൽ പല സ്ഥലങ്ങൾ കണ്ടാ എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. നമുക്കവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ട് സാവധാനമൊക്കെ ഇങ്ങനെ പോവാം. ദേ കാട്ടുപൂച്ച. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. സോ ഇതൊക്കെ നമ്മളെ ഈ ക്ലബിൻ്റെ പിള്ളേരാണ്, ജസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയുടെ. അടുത്ത് നമ്മളിനി പോകുന്നത് നൈറ്റ് അനിമൽസ് എന്നൊരു സെക്ഷനിലേക്കാണ്. നൈറ്റ് അനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രി കാലങ്ങളിലുള്ള അനിമൽസുകളാണ്. ശരിക്കും നമ്മൾ രാത്രിയിൽ കാണുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഓരോ ചെയ്തത്. ഇതിനുള്ള കുറുക്കനാണ്. ഡോറ്റ് കണ്ട അവിടെ നടക്കുന്നുണ്ട്. അതൊരു നോക്കിയൊക്കെ ശരിക്ക് അവിടെ ഒരു ഈന്തപ്പനയുടെ മരമുണ്ട്, കുറേ മരക്കഷ്ണങ്ങൾ, അത് അല്ല മരങ്ങൾ വീണ് കിടക്കുന്നത്, പഴയൊരു ടേബിള്, അങ്ങനെ ഒരു രാത്രിയിൽ സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ കുറുക്കന് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ അവിടെ ഇതാക്കി വെച്ചിട്ട് കുറുക്കൻ അതിൻ്റെ രാത്രിയിൽ അതിൻ്റേതായ ഇതിലിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവം കേട്ടോ. ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എനിക്ക് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ലിവിങ് ഏരിയ, റെസ്റ്റോറൻറ്റ്, വാഷ്റൂം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ടും കാണാൻ പറ്റുന്നൊരു ഏരിയയാണ്. എന്താ പറയുക, എല്ലാ ഏരിയയിലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ നടക്കാം. ടയേർഡാവില്ല, എയർ കണ്ടീഷൻ ആയ കാരണം നമ്മൾ ടയേർഡാവില്ല. പക്ഷേ ഇവർക്ക് കണ്ടില്ല, ഇവർക്ക് റൂഫില്ല, അവിടെ നെറ്റ് ഇട്ടിട്ട് ശരിക്കും ആകാശം ഇവർക്ക് ആ ഒരു പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. കാരണം ഒരു പറന്ന് നടക്കുന്ന പക്ഷികളായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ രീതിയിൽ അവിടെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചയിലുണ്ട്. ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ടാണ്. മാനുകളാണ് ഇവിടെ പുറത്ത്. കുറച്ച് അത്യാവശ്യം വലിയൊരു ഏരിയയിലാണ് ആ മാനുകളുള്ളത് കേട്ടോ. നമുക്കത് കടക്കാനില്ല, ഡോറ് ക്ലോസ്ഡാണ്. അത്യാവശ്യം വലിയൊരു ഏരിയ കണ്ട, അവിടെയൊക്കെ ഓപ്പണാണ്. അത്രയും ദൂരത്തിൽ മാനുകൾ നടക്കുക. പക്ഷേ നമ്മളിവിടെ എന്തില്ല, ചൂട് കൊള്ളുക ഒന്നും വേണ്ട. നമുക്കിവിടെ എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇല്ല അതാ അതിൻ്റെ മേലൊക്കെ പാറയുടെ മേലൊക്കെ കയറുന്നുണ്ടല്ലേ, ഭയങ്കര രസമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലേ. നമ്മളെ ഈ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ടല്ലോ, അവിടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ജ്യൂസൊക്കെ കൊടുക്കുകയാണ്, സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ. എനിക്ക് ഇവരെ ഈ സമ്മർ ക്യാമ്പിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയിട്ട് ഭയങ്കര കെയറിങ് ആണ് അവർ. ഗഫൂർ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം പറയണതല്ല, നല്ല കെയറിങ് ഉണ്ട് ഇവരെ ഒരു സമ്മർ ക്യാമ്പിൽ. വരെ എല്ലാ കോച്ചുമാരും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്വന്തം മക്കളെ പോലെ ഒരു അവരുടെ ആ പ്രായത്തിനനുസരിച്ച് ആ കുട്ടികളെ അപ്പം നല്ല കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് ഞാൻ സ്നാക്സ് കഴിക്കുന്നത്. നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. കുരങ്ങുകളുടെ ഒരു ഏരിയയാണ്. അത് ജീവുള്ള തന്നെയാണോ ഉറങ്ങുക തോന്നുന്നുണ്ട് എല്ലാവരും. എല്ലാം ഉറക്കത്തിലാണ്, ശല്യപ്പെടുത്തണ്ട. ഉറങ്ങ എല്ലാവരും നല്ല ഉറങ്ങുന്ന ഇതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാനില്ലേ, അവർ ജീവിക്കുന്ന കാലാവസ്ഥയുടെ അവർ ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കഥ ഇഷ്ടംപോലെ അവർക്ക് സ്ഥലമുണ്ട്, അടിപൊളി. ദൂരെ കിടക്കുന്ന രാജാക്കന്മാർ പുള്ളികൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഉച്ച സമയം കാരണേ എൻ്റെ പൊന്നോ
എല്ലാവരും ഉച്ചമയക്കറിൻ്റെ പൊന്നു സംഭവമുണ്ട്. എന്തായാലും അവരവരുടേതായ ലോകത്ത് അതിൻ്റെ സെറ്റപ്പിൽ നമ്മൾ നമ്മുടേതായ ലോകത്ത് എയർ കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്നിട്ട് കാണുക. സംഭവം കുറച്ചേ കാണാനുള്ളെങ്കിലും നമുക്ക് ഭയങ്കര കൗതുകം ഉണർത്തുന്ന സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ടിക്കറ്റിന് 21 ദിറംസാണ് നമ്മൾ നോർമൽ. ഇതിപ്പോൾ കുട്ടികളും ഇതൊക്കെ ആകുമ്പോൾ ഇവർക്ക് അതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മളൊരാളിപ്പോൾ ഇത് കാണാൻ വരികയാണെങ്കിൽ 21 ദിറംസാണ്. പക്ഷേ ഈ 21 ദിറംസിൻ്റെ ടിക്കറ്റിന് ഇവിടുത്തെ 4 സ്ഥലങ്ങൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ മ്യൂസിയം, പിന്നെ ഈ സൂ, പിന്നെ വേറൊരു സംഭവം കൂടി പറഞ്ഞു. അങ്ങനെ 4 കാര്യങ്ങൾ ഈ 21 ദിറംസിൻ്റെ ടിക്കറ്റ് നമുക്ക് കാണാം, ഒറ്റ ടിക്കറ്റിൽ. അപ്പോൾ എന്തായാലും എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ നടന്നു കാണുന്ന കുറേ മൃഗങ്ങൾ ഇത്രയല്ല ഉള്ളത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും നമുക്ക് കൗതുകം നടത്തുന്നതുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയിട്ടായിരുന്നു. എന്തായാലും അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ, ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമി ഉമ്മുൽ ഖുവൈമിലെ അവരുടെ സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു ദിവസം പിക്നിക്കിന് തിരഞ്ഞെടുത്താണ്. ഉസ് ബ്ലാക്ക് ബെൽറ്റ് അക്കാദമിയുടെ ഓണറാണ്, അവിടുത്തെ എൻ്റെ സുഹൃത്താണ് ഉസ് ഗഫൂർ. Thank you very much to all of you to watch our videos and support for us, the academy, and as well as his YouTube channel also. നമ്മുടെ കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ അറേബ്യൻ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഷാർജയിലത്തെ സംഭവം സൂലാണ് നിൽക്കുന്നത്. ഇത് 13th നമ്മുടെ എൻഡിങ് ആണ്. 13-ാം തീയതി സമ്മർ ക്യാമ്പിൻ്റെ കഴിഞ്ഞ്. സമ്മർ ക്യാമ്പ് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തത്. സ്വിമ്മിങ്, കരാട്ടെ, കിക്ക് ബോക്സിങ്, മൗത്തായ്, അതുപോലെ യോഗ, ക്രിക്കറ്റ്, ഫുട്ബോൾ, പിന്നെ ഓഫ് കോഴ്സ് പിക്നിക്ക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മെനി തിങ്സ്. കുട്ടികളൊക്കെ ഭയങ്കര എല്ലാവരും നല്ല ഹാപ്പി, നല്ല എൻജോയ് ചെയ്യും. ആൻഡ് സൂപ്പർ അറേബ്യൻ വൈൽഡ് ലൈഫ്, എക്സലൻറ്റ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഹിയർ ഇസ് എ സർവീസ്, മഷാല്ല, വെരി ഗുഡ് സർവീസ്, അറേബ്യൻ വൈൽഡ് ലൈഫ്, മഷാല്ല, ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവരുടെ കൂടെ വന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാനും എനിക്ക് പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഈ കുട്ടികളുടെ കൂടെ ആ കുട്ടികളിൽ ഒരാളായിട്ട് ഞാനും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളും എന്നെപ്പോലെ തന്നെ കണ്ട് ആസ്വദിച്ചു എന്ന പ്രതീക്ഷയിലെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ. We don't fear, we got respect for every animal we protect. Karate teaches heart so true. Love the wild.